നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. സമ്മേളനത്തിലെത്തുന്ന പ്രതിനിധികളെ വരവേൽക്കാൻ കൊല്ലം നഗരം ഒരുങ്ങി. സംസ്ഥാനത്ത് കണ്ണൂർ കഴിഞ്ഞാൽ CPMന് കൂടുതൽ സംഘടനാ സംവിധാനമുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ബ്രാഞ്ച് തലം മുതൽ ജില്ലാതലം വരെയുള്ള സമ്മേളനങ്ങൾ പൂർത്തിയാക്കി. വിഭാഗീയ നീക്കങ്ങൾ മുളയിലെ നുള്ളിയാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് CPM കടക്കുന്നത്. ഷഹബാസ് കൊലപാതകം നിർണായക നീക്കവുമായി പോലീസ്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയോട് വിവരങ്ങൾ തേടി പോലീസ്. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ച് അറിയാനാണ് പോലീസ് മെറ്റയോട് വിവരങ്ങൾ തേടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അക്കൌണ്ടുകൾ വ്യാജമാണോ എന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മെറ്റയ്ക്ക് മെയിൽ അയച്ചു. ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തേൻ ശേഖരിക്കുന്നതിനിടെ ആദിവാസി യുവാവ് മരത്തിൽ നിന്ന് വീണു മരിച്ചു. മലപ്പുറം നിലമ്പൂരിൽ തേൻ എടുക്കുന്നതിനിടെ ആദിവാസി യുവാവ് മരത്തിൽ നിന്നും വീണു മരിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ വേണുവാണ് മരിച്ചത്. നിലമ്പൂർ ആട്ട്യൻപാറയിലായിരുന്നു സംഭവം. വേണു തേൻ ശേഖരിക്കുന്നതിനായി കാട്ടിലേക്ക് പോയതായിരുന്നു. തുടർന്ന് തേൻ എടുക്കുന്നതിനായി മരത്തിൽ കയറുകയും പെട്ടെന്ന് താഴേക്ക് വീഴുകയുമായിരുന്നു. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. പാകിസ്ഥാനിൽ സൈനിക കേന്ദ്രത്തിൽ ഭീകരാക്രമണം. 15 പേർ കൊല്ലപ്പെട്ടു. 30 പേർക്ക് സാരമായ പരിക്കേറ്റു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിലാണ് ആക്രമണമുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ 6 പേർ ഭീകരരാണെന്ന് സൈന്യം അറിയിച്ചു. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ സൈനിക ക്യാമ്പിലേക്ക് ഇടിച്ചു കയറ്റിയായിരുന്നു ആക്രമണം. സമീപത്തെ പള്ളി തകർന്നും നിരവധി പേർ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാക് താലിബാൻ ഏറ്റെടുത്തു. മദ്യലഹരിയിൽ ജോലിക്കെത്തി ഗ്രേഡ് SI കസ്റ്റഡിയിലെടുത്ത പോലീസ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 8 പോസ്റ്റിൽ മദ്യലഹരിയിൽ ജോലിക്കെത്തി ഗ്രേഡ് SI. എഴുകോട് സ്റ്റേഷനിലെ SI പ്രകാശാണ് മദ്യപിച്ച് ജോലിക്കെത്തിയത്. വൈദ്യപരിശോധനയിൽ പ്രകാശ് മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി. ആശുപത്രി അധികൃതരുടെ പരാതിയിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. SIയെ കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ വന്ദനാദാസ് അക്രമിയുടെ കുത്തേറ്റ് മരിച്ച ആശുപത്രിയിലാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്.